എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയ ആരും കാണാത്ത യുദ്ധങ്ങൾ എന്ന പുസ്തകം വായിക്കുകയായിരുന്നു. വളരെ മനോഹരമായ, വളരെ ലളിതമായ പുസ്തകം. ജോസഫ് അന്നംകുട്ടി ജോസിനെ മലയാളികൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വളരെ നന്നായി സംസാരിക്കുന്ന, വളരെ നന്നായി പുസ്തകങ്ങൾ എഴുതുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. ഈയിടെ അദ്ദേഹം വിവാഹിതനായി. എന്നാൽ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം നല്ല രീതിയിൽ സന്യാസം അഭ്യസിച്ചു വരുന്നു എന്നുള്ളത്. ആധ്യാത്മികതയുണ്ട്, വളരെയേറെ ധാർമ്മികതയുണ്ട്, ഒത്തിരിയേറെ നന്മകളുണ്ട്. ദൈവത്തെയും വിശ്വാസത്തെയും സ്നേഹത്തെയും ഒക്കെ കുറിച്ച് വളരെ നന്നായി പറയുന്നുമുണ്ട്. കുറച്ച് അധ്യായങ്ങൾ, 16-18 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ പലതരത്തിലുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ഓർമ്മിച്ചെടുക്കാവുന്ന രീതിയിൽ അദ്ദേഹം വിവരിക്കുന്നുമുണ്ട്. ഇതിൽ പറയുന്ന ഒരു കഥയിൽ ഇസബെല്ല പറയുന്ന ഒരു പെൺകുട്ടി സ്വന്തം അമ്മയെ കുഞ്ഞിനെ പോലെ സ്നേഹിച്ച, സ്വന്തം അമ്മയെ സ്വന്തം കുഞ്ഞിനെ പോലെ എല്ലാ കുറവുകളോടുകൂടിയും സ്നേഹിച്ച് വാത്സല്യം നൽകി വളർത്തി കൊണ്ടുവരുന്നു. അതിനിടയിൽ അവൾക്ക് സ്വന്തം അമ്മയെ നഷ്ടമാകുന്നു. അവൾ പറയുന്നുണ്ട്, എല്ലാവരും സ്വന്തം അമ്മയെ സ്നേഹിക്കേണ്ടത് സ്വന്തം മക്കളെ പോലെയാണ്. നമുക്ക് പലർക്കും ഇല്ലാതെ പോകുന്നതും അതൊക്കെ തന്നെയാണ്. ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതുപോലെയുള്ള ഒത്തിരിയേറെ കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മിന്നിമറഞ്ഞു പോകും. അതുപോലെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. നമുക്കൊരു പക്ഷേ ഒരു പുസ്തകം എഴുതിയിരിക്കാനോ അവരെക്കുറിച്ച് ഓർക്കാനൊന്നും നമുക്ക് നേരം കിട്ടാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് താങ്ങായി, തണലായി, നിങ്ങളുടെ യുദ്ധങ്ങളിൽ, നിങ്ങളുടെ ദുരിതങ്ങളിൽ, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ വേദനകളിലൊക്കെ നിങ്ങളെ ചേർത്ത് പിടിച്ചവരെ നിങ്ങൾ ഓർക്കും. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്താകാം, ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് സന്ദേശം അയച്ചവരാകാം, ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വേണ്ടി പുറകിൽ നിന്ന് പ്രവർത്തിച്ചവരാകാം, ആശുപത്രി കിടക്കയിൽ നിങ്ങൾക്ക് സാന്ത്വനമായി വന്ന സുഹൃത്താകാം, ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ ഒരു കുപ്പി ചോര തന്ന ഒരു വ്യക്തിയാകാം. പലരും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മളവരെ ഓർക്കണമെന്നില്ല. നമ്മൾ പലരെയും മറന്നുപോയിട്ടുണ്ടാകും. അവരെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ഈ പുസ്തകം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. നല്ല ജീവിതാനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇതിൽ ജോസഫ് പറയുന്നത് പോലെ നമ്മൾ ഒരു സ്നേഹമായി മാറട്ടെ. എന്നും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരു സ്നേഹം. നന്ദി, നമസ്കാരം.